രാഹുലാണ് പൊതുവില് കുറച്ച് ഉറക്കപ്രിയനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി ആരും പരദൂഷണം പറഞ്ഞതാണ്. ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മടി പിടിച്ച് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആളാണ്. പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് ഷാഫിക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സമയത്ത്? അയാൾ പോസിറ്റീവ് ആണെന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഞങ്ങൾ ആലോചിക്കാറുണ്ട്, നിങ്ങൾ ഈ രാഷ്ട്രീയം മാത്രമാണ് എന്നെ അടിക്കാൻ ഒരു വടിയായിട്ടാണ് ഷാഫി പറമ്പിൽ കുട്ടി ഷാഫി എന്നൊക്കെ വിളിച്ചത്. അത് ഈ മണ്ഡലത്തിന്റെ പൾസ് അവർക്ക് ഇപ്പോഴും മനസ്സിലാവത്തുണ്ടാവും. ചെറിയ വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ രണ്ടുപേരുന്നാണല്ലോ ഈയിടെ ഞാൻ കേട്ടത്. അത് പുള്ളി പറഞ്ഞു വരുത്തുന്നത് കിംവദന്തിയാണ്. ചെറിയ വയസ്സിന്റെ വ്യത്യാസം ഞാനും ദുബൈയും തമ്മിലാണ്. പുള്ളിയുടെ മോള് ഞാൻ ചെറിയ വയസ്സാണെന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കുട്ടത്തിലും ചിന്താ ജെറോമും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞു. വിക്കിപീഡിയയിൽ ഉണ്ടായിരുന്നു. വിക്കിപീഡിയ ഇടയ്ക്ക് സെർച്ച് ചെയ്യുമ്പം എൻ്റെ പേരിൽ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പേര്, പിന്നെ ഭാര്യയുടെ പേര്, കുട്ടിയുടെ പേര് വരെ മറ്റേ ഈ ജയിച്ചു കഴിഞ്ഞപ്പോ ചാണ്ടിയമ്മൻ നേരിട്ട് ഏറ്റവും വലിയ ചോദ്യമേ ഇനി എന്താ തുടർന്ന് എന്തായിരിക്കും വികസനം എന്നല്ല, ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നു. അവിവാഹിതരായ ഒരാളെ കാണുമ്പം ചോദിക്കേണ്ടുന്ന ആദ്യത്തെ ചോദ്യമായി അത് മാറിയിട്ടുണ്ട്. അപ്പൊ വളഞ്ഞ് ആ ചോദ്യത്തിലേക്കാ വരുന്നതെന്ന് തോന്നുന്നു. ജയിച്ചാ ഞാൻ ആദ്യം കാണാൻ പോകുന്ന ആരെയായിരിക്കും? ആദ്യം പോകുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തേക്ക്. ചാണ്ടിയമ്മനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദങ്ങൾ അതിനിടെ സൃഷ്ടിക്കുന്നു. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? എന്റെ ഫോണില് അപ്പം അയാളുടെ പേര് ചാണ്ടിച്ചായൻ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തത്. ചാണ്ടി ഉമ്മൻ MLA എന്നോ അങ്ങനൊന്നുമല്ല സേവ് ചെയ്തത്, ചാണ്ടിച്ചായൻ എന്ന് പറഞ്ഞിട്ടാണ്. രണ്ടുപേരും നമ്മളുടെ വ്യക്തിബന്ധത്തെ വന്ന് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടാണ്. 58 ലക്ഷത്തിന്റെ കാറുണ്ട്. അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. അപ്പോൾ ഈ സെൽട്ടോസ് 58 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെൽട്ടോസിന് ഭയങ്കര അഭിമാനമായിട്ടുണ്ടായിരുന്നു. ഹാക്കർ എന്നൊക്കെയാണ് വിളിക്കുന്നത്, ശരിക്കും ഹാക്കിംഗ് ഒക്കെ അറിയാം. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഓട്ടത്തിനിടയിൽ, വോട്ടെടുപ്പ് കഴിഞ്ഞു എന്നിട്ടും ഓട്ടത്തിലാണ്. അതിന്റെ ഇടയിൽ ഞാൻ തീൻമേശയിൽ വെച്ച് പിടിച്ചിരിക്കുകയാണ് ഒരു ഹോട്ടലിൽ. എന്തുണ്ട് വിശേഷങ്ങൾ? ഇതാ കാണുന്ന ആളുകളെ പാലക്കാടുകാരല്ലാത്ത പുറത്തുള്ള ആളുകളല്ലോ. പാലക്കാടുകാർക്കറിയാം ഞാൻ അവരുടെ അടുത്ത് എത്തുന്നുണ്ട്, പിന്നെ വീട്ടിലൊക്കെ വരുന്നുണ്ടെന്ന് അവർക്കറിയാം. പാലക്കാടുകാരല്ലാത്ത പ്രത്യേകിച്ച് പാർട്ടിക്കാർ വിചാരിക്കും പിന്നെ ഇവിടെ പോയപ്പോൾ തൊട്ട് ഭക്ഷണം കഴിപ്പ് മാത്രമല്ല, കഴിക്കാൻ വേണ്ടിയിട്ടാണോ പോയത് എന്ന് ചോദിക്കും. ഈ ഫുഡ് കഴിക്കുന്ന കാര്യം പറയുമ്പോൾ പാലക്കാട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അത് പറഞ്ഞു നിർത്തിയത്. അതായത് ഞാനിവിടെ ഒന്ന് ഈ ബൈറ്റൊക്കെ കൊടുക്കുമ്പോഴേ ഒന്ന് വീട് കയറുമ്പം നമുക്ക് ആളുകളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ബൈറ്റ് കൊടുക്കാൻ കഴിയില്ല. ബൈറ്റ് പലപ്പോഴും കൊടുക്കുക എപ്പോഴേലൊക്കെ ഭക്ഷണം കഴിക്കുന്നിടയിലായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ഏറ്റവും കൂടുതൽ ബൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. ആളുകൾ വിചാരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് പോയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ പാലക്കാട്? ഞാൻ എന്നും കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇലക്ഷനിടയിൽ അങ്ങനെ ഫുഡ് എൻജോയ് ചെയ്യാനൊന്നും കഴിയില്ല. നമ്മൾ കിട്ടുന്നത് കഴിക്കുക എന്ന് പറയുന്ന ഓപ്ഷനുള്ളൂ. പ്രിയം വെജിനോടാണോ നോൺ വെജിനോടാണോ? നോൺ വെജ് ആണ്. നമ്മളെ കടിക്കാത്ത എന്തിനാ നമ്മൾ കഴിക്കുന്നത്? നോൺ വെജ് ആണ്. അതിൽ തന്നെ ഫിഷാണ്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുമ്പോൾ ഏതാ ഇഷ്ടപ്പെട്ട ഫുഡ്? ഞാൻ എല്ലാം കഴിക്കുന്ന ഒരാളാണ്. എന്നാലും മീനിന്റെ വെറൈറ്റീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ചോറും ചെമ്മീനും എല്ലാം കൂടെ ഉള്ള, പിന്നെ ഒരു ചെറിയ ചമ്മന്തി, ഒരു അച്ചാറ്, ചെമ്മീൻ, അങ്ങനെയൊക്കെയുള്ളൊരു കോംബോ ഉണ്ട്. അമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? അമ്മയുടെ ഫുഡ് മിസ് ചെയ്ത് തുടങ്ങിയിട്ട് കാലം കുറേ ആയി. കാരണം ഈ ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ലൈവായി തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞൊരു 7 വർഷമായിട്ട് അധികം അമ്മേൻ്റെ ഭക്ഷണം കഴിക്കലില്ല. പിന്നെ പോകുമ്പോഴൊക്കെ കഴിക്കും. പിന്നെ അമ്മ അത്യാവശ്യം നന്നായി പാചകം ചെയ്യുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. അമ്മയേക്കാൾ ചേച്ചിയാണിപ്പോൾ. ചേച്ചി ഭയങ്കരമായിട്ട് കുക്കിംഗ്, അവർ പ്യുവർ വെജിറ്റേറിയൻ ആണ് ചേച്ചി. പക്ഷേ അവൾ നന്നായി പാകം ചെയ്യും, നന്നായി നോൺ വെജ് ഉണ്ടാക്കും. അതെനിക്ക് ഭയങ്കര കൗതുകമാണ്. കാരണം ടേസ്റ്റ് ചെയ്യാതെ നന്നായി അത് കുക്ക് ചെയ്യും. അപ്പം എനിക്ക് ചേച്ചിയുടെ ഡിഷസ് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഹോസ്റ്റൽ ലൈഫിലായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. അന്നേരം നമ്മളൊരു അങ്ങനെ കുക്കിങ്ങിന് പോയിട്ടില്ല. പിന്നെ എനിക്ക് കുക്കിംഗ് ഇങ്ങനെ കഴിക്കുന്നതല്ലാതെ കുക്കിങ്ങിനോട് എനിക്ക് ഇപ്പം കുക്കിംഗ് ചെയ്യുന്നത് മോശമാണെന്നല്ല, നമുക്കൊരു ക്രൈസ് വേണമല്ലോ. കുക്കിംഗ് എനിക്ക് അങ്ങനെ ഒരു ക്രൈസ് ഉള്ള ഒരു സാധനമല്ല. ഫുഡ് കഴിക്കാൻ നല്ല ക്രൈസാണ്, കുക്കിംഗ് എനിക്കൊരു ക്രൈസ് ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അത് പഠിക്കാനോ അതിൽ കുറെ റിസർച്ച് ചെയ്യാനൊന്നും ഇതുണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ ഫുഡൊക്കെ കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിനിടയിൽ നമ്മൾ ഏറ്റവും അധികം കോംപ്രമൈസ് ചെയ്യുക, അത് ഞാനെന്നല്ല കേട്ടോ, എല്ലാ കാൻഡിഡേറ്റ്സും ഏറ്റവും അധികം കോംപ്രമൈസ് ചെയ്യുക ഫുഡായിരിക്കും. കാരണം ആ സമയം കൂടെ പരമാവധി ആളുകളെ കാണുക. ഫുഡ് ഉറക്കമാണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ. അത് മാത്രമേ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് രാഹുലാണ് പൊതുവില് കുറച്ച് ഉറക്കപ്രിയനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി ആരും പരദൂഷണം പറഞ്ഞതാണ്. അങ്ങനെ ഉറക്കപ്രിയനല്ല. ഞാനാണെങ്കിൽ രാത്രി താമസിച്ച് ഉറങ്ങുന്ന ആളാണ്. ഞാൻ രാത്രിയിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ നൈറ്റ് ഡ്രൈവ് പോകും, സുഹൃത്തുക്കളുടെ ഡ്രൈവ് പോകും. അല്ലാതെ ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിലും
ഇപ്പം പരിപാടിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു ജില്ലയിൽ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ കൂടെ രാത്രിയിൽ ഇങ്ങനെ കറങ്ങാൻ പോവുക, സിനിമ കാണാൻ പോവുക. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നൈറ്റ് എൻഗേജഡ് ആണ്. അപ്പം രാവിലെ ഒത്തിരി താമസിച്ചിട്ട് എഴുന്നേക്കുള്ളൂ. ഒന്ന് ഈ സംഘടനാ പ്രവർത്തനമായിട്ട് പോകുമ്പോഴേ നമ്മൾ രാത്രികൾ മുഴുവൻ യാത്രകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ലേറ്റ് നൈറ്റിലായിരിക്കും നമ്മുടെ ട്രെയിൻ, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ എത്തും. അപ്പം പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് എന്തായാലും അപ്പോൾ നമ്മൾ പോയി പ്രസംഗിക്കേണ്ട പരിപാടി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടി അല്ലെങ്കിൽ ഒരു സമരം, അതൊക്കെ ഒരു 10-11 മണി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ ഇത്തിരി സമയം കിട്ടും. നാട്ടിലാണെങ്കിൽ ഒന്നും നടക്കില്ല. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ രാവിലെ ആരിലൊക്കെ കാണാനായിട്ടൊക്കെ വരും. പക്ഷെ നമ്മളിപ്പോൾ പുറത്താണെങ്കിൽ ഹോട്ടൽ മുറിയിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉറങ്ങാൻ പറ്റും. അങ്ങനെ അതാണ് വല്ലാണ്ട് സമയം ഉറങ്ങലില്ല. അത് രാവിലെ കുറച്ച് സമയം എടുക്കലുണ്ട്. ഉറങ്ങാൻ ഇഷ്ടമില്ലാത്തവരാണല്ലോ ഉള്ളത്. ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മടി പിടിച്ച് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മടി പിടിച്ചിരിക്കുക, മടി പിടിച്ച് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതങ്ങനെ കഴിയലില്ല. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം തീരെയും കഴിയില്ല. എല്ലാ ദിവസവും പരിപാടികളും കാര്യങ്ങളും. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പൊതുവിൽ ഇപ്പോൾ വലിയ പ്രശംസ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പം വയനാട് ദുരന്തത്തിന്റെ സമയത്താണെങ്കിൽ പോലും എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് ഈ ഇലക്ഷന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഭയങ്കരമായിരുന്നു. ഇലക്ഷൻ സമയത്ത് യൂത്ത് കോൺഗ്രസ് മാത്രം പറഞ്ഞാൽ പോരാ. UDYF, ഞാൻ UDYFന്റെ ചെയർമാൻ കൂടിയാണ്. UDFന്റെ എല്ലാ യുവജന സംഘടനകളും അവരുടെ എല്ലാ നേതാക്കന്മാരും ഇപ്പം PK ഫിറോസിനെ പോലെ ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഫിറോസ് ഏതെങ്കിലും ഒരു ലീഗ് ക്യാൻഡിഡേറ്റിന് വേണ്ടി പോലും ഒരൊറ്റ ക്യാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് ഇത്രയും സമയം ചെലവഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മുൻപുള്ള ഏതെങ്കിലും ബൈ ഇലക്ഷൻ ഫിറോസ് ഇത്രയും ഒരിടത്ത് തന്നെ നിൽക്കേണ്ടി വരുന്ന, ഇപ്പം വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ചേലക്കരയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഫിറോസ് ഫുൾ ടൈം ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഒരു ആ ബോണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ഫിറോസുമായിട്ടൊക്കെ ദീർഘകാലമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ PK ആയിട്ട് അത്ര അടുപ്പമുണ്ടാക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണക്കാരൻ പിണറായി വിജയനാണ്. അദ്ദേഹം ഞങ്ങളെ ഒരുമിച്ച് UDYFന്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങളുടെ സമരത്തിന് ശേഷം ജയിലിലേക്ക് അയച്ചു. അപ്പം ഞാനും PK ഫിറോസ് ഒരു മുറിയിലാണ്, ഒരു സെല്ലിൽ ഒരു മുറിയിലാണ്. അപ്പോൾ ഭയങ്കര ബോണ്ടിങ് ആയി. അപ്പം സാധാരണ ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകുന്ന ബോണ്ടിങ്ങിന് പോലെ തന്നെ മുന്നണിയിൽ തന്നെ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളുകളായിട്ടും ഭയങ്കര ബോണ്ടിങ് ഉണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അഭിനയ്, ജോമോനെ, ജനീഷ്, അവരുടെ ബോണ്ടിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ ഷാഫി പറമ്പിലിന്റെ ഇപ്പോ നേരത്തെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേണ്ടി പണിയെടുക്കുന്നതിനേക്കാൾ ഞാൻ രാഹുലിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഒരു ബോണ്ടിങ് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ ഷാഫിക്കാണ് രാഹുലാണെങ്കിലും ഒന്നിച്ചു വരുമ്പോൾ ആ ഒരു ബോണ്ടിങ് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട്. എപ്പോഴാണ് ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴാണെന്ന് അറിയാൻ ഭയങ്കര രസം തോന്നുന്നു. പരിചയം കുറെ കാലമായിട്ടുണ്ട്. പരിചയം കുറെ കാലം എന്ന് പറഞ്ഞാൽ ഷാഫിക്കൊക്കെ ASUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ജില്ലാ ഭാരവാഹിയാണ് ASUവിന്റെ. അത് കുറേ പണ്ടാണ്. എനിക്ക് തോന്നുന്നൊരു 2008 സമയത്ത്, 2008 ആ സമയത്ത് ജില്ലാ തലത്തിലുള്ള ഭാരവാഹിയാണ്. അപ്പം അന്ന് പുള്ളി പത്തനംതിട്ടയുടെ ചാർജുകാരനാണ്. അന്നാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഒരു വലിയ അടുപ്പം ഉണ്ടാകുന്നത് ഒരു പാർട്ടിക്കകത്തൊരു പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ആ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഭയങ്കരമായ അടുപ്പമാണ്. അതും കുറേ കാലമായി ഭയങ്കര അടുപ്പമാകുന്നത്. പിന്നെ അതിപ്പം ആ ബോണ്ടിങ് കോൺഗ്രസിനകത്ത് എല്ലാ ആളുകൾക്കും തമ്മിലുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് എനിക്കൊരു എന്താ പറയുക, ഒരു ബ്രദർലി എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രദറാണ്. ചെറിയ വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ രണ്ടുപേരും ഈയിടെ ഞാൻ കേട്ടത്. അത് പുള്ളി പറഞ്ഞു വരുത്തുന്ന കിംവദന്തിയാണ്. ചെറിയ വയസ്സിന്റെ വ്യത്യാസം ഞാനും ദുബൈയും തമ്മിലാണ്. പുള്ളിയുടെ മോള് ഞാനും തമ്മിൽ ചെറിയ വയസ്സാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരെ കളിയാക്കാം. അല്ല, അങ്ങനെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് ഷാഫിക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സമയത്ത്? അയാൾ പോസിറ്റീവ് ആണെന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. നമ്മൾ എത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടായാലും അയാൾ അതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര കാം, കൂൾ, സൂപ്പർ കൂളാണ്, പോസിറ്റീവാണ്. അയാൾ പൊതുവെ പോസിറ്റീവാണ്. അയാളങ്ങനെ നെഗറ്റീവ് ആകലില്ല. അതാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു കംഫർട്ട് സോണാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പൊളിറ്റിക്സ് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ നമ്മളൊരു ബന്ധം ഇതേപ്പറ്റി പറയുന്നത് ഒരു ക്ലീശയായി മാറിയിട്ടുണ്ട്. എനിക്കതിനകത്തൊരു സന്തോഷം തോന്നിയത്, പാർട്ടിയോടൊരു സന്തോഷം, അഭിമാനം തോന്നിയത്, ഇപ്പം ഞാനിവിടെ മത്സരിക്കാൻ വരുമ്പം എതിരാളികൾ പറഞ്ഞത് പിൻഗാമി എന്നാണ്. സാധാരണ പിൻഗാമി എന്ന് പറയുന്നത് ഒന്നുകിൽ അച്ഛൻ മകൻ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ പങ്കാളികൾ, അവരൊക്കെ വരുമ്പോഴാണ് പിൻഗാമി എന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ രക്തബന്ധമില്ല, ഞങ്ങൾ ഒരു പ്രദേശക്കാരല്ല, ഒരു കാലഘട്ടത്തിലെ ആളുകളല്ല, ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു കള്ളിയിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ആളുകളല്ല. അങ്ങനെ ഒരാള് പിൻഗാമി ആണെന്ന് പറയുന്ന തലത്തിൽ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. കോൺഗ്രസിനകത്ത് ചെറുപ്പക്കാർക്കിടയിലെ ബോണ്ടിങ്
ആഘോഷിക്കപ്പെടുന്നത്. ശരിക്കും നിങ്ങളുടെ ഇടയിൽ ചർച്ച ഞങ്ങൾ ആലോചിക്കാറുണ്ട്, നിങ്ങൾ ഈ രാഷ്ട്രീയം മാത്രമാണ് ഇടയിൽ ചർച്ച? ഏയ് എന്തൊക്കെ ചർച്ച വരും? എന്നും ചർച്ച ചെയ്യുന്നു. നിങ്ങള് വീട്ടിൽ നിങ്ങളുടെ ബ്രദറിനോട് എന്തൊക്കെയാ ചർച്ച ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അടി നടക്കാറുണ്ട്. ഉണ്ടല്ലോ, എത്രയോ തവണ പിണങ്ങാറുണ്ട്. ഇപ്പൊ സരിൻ അന്ന് ആ ഒരു സമയത്ത് പിണങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ആരോപണം ഉന്നയിച്ചൊരു സമയത്ത് ആദ്യം വിളിച്ചത് കുട്ടി വി ഡി സതീശനാണ് എന്നൊക്കെ വിളിച്ചു. ഇപ്പൊ കുട്ടി ഷാഫി എന്നുള്ള വിളിയൊക്കെ വരുന്നു. ഈ വിളികളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഇപ്പം അവരെ എന്നെ അടിക്കാൻ ഒരു വടിയായിട്ടാണ് ഷാഫി പറമ്പിൽ കുട്ടി ഷാഫി എന്നൊക്കെ വിളിച്ചത്. അത് ഈ മണ്ഡലത്തിന്റെ പൾസ് അവർക്ക് ഇപ്പോഴും മനസ്സിലാവത്തുണ്ടാകും. ഇവിടെ ഏറ്റവും അധികം ഓടുന്ന പേരാണ് ഷാഫി പറമ്പിൽ, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ്, ആളുകളുടെ മനസ്സിലുള്ള പേരാണ്. അയാളുടെ ഒരു ജൂനിയർ ആണെന്ന് പറയുമ്പോൾ എനിക്കത് പോസിറ്റീവ് ഉണ്ടാകും. ഇനിയിപ്പോൾ കുട്ടി സതീശൻ വിളിച്ചാൽ എന്താ, ഞാനതിനെ പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ കുട്ടി സതീശൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി ഡി സതീശൻ കേരള നിയമസഭയിലും ഏറ്റവും അക്കാദമിക്കായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. അയാൾ ലേൺഡാണ്. അയാൾ ജയിക്കാൻ പ്രയാസമുള്ളൊരു മണ്ഡലം കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും നിലനിർത്തുന്ന ഒരാളാണ്. അയാളുടെ ജൂനിയർ എന്ന് വിളിക്കുന്നതിനകത്ത് തെറ്റ്. കോൺഗ്രസ് പാർട്ടിയിൽ ഏത് നേതാവിൻ്റെ പേര്, കുട്ടി സുധാകരൻ എന്ന് വിളിച്ചാലോ, കുട്ടി KC വേണുഗോപാൽ എന്ന് വിളിച്ചാലോ, കുട്ടി രമേശ് ചെന്നിത്തല എന്ന് വിളിച്ചാലോ, ഏത് പേര് വിളിച്ചാലും എനിക്ക് സന്തോഷമില്ല. കുട്ടി ഉമ്മൻചാണ്ടി എന്നൊക്കെ വിളിച്ച് ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിരിക്കും. ഇപ്പൊ സരിൻ പറഞ്ഞിട്ടുള്ളത് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണാൻ പോകുന്നത് ഷാഫി ആയിരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പോകുന്ന ആരായിരിക്കും? അപ്പം ആ മൊമെന്റിൽ തന്നെ കുറേ ആളുകൾ ചുറ്റുമുണ്ടല്ലോ, കുറേ ആളുകൾ ചുറ്റുമുണ്ട്. ഇപ്പം ജയിപ്പിക്കുന്ന പാലക്കാടുകാർക്കൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ ഫാമിലി ഉണ്ട്. പിന്നെ ഇവിടം വിട്ട് കാണുകയാണെങ്കിൽ ആദ്യം പോകുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തേക്ക്. ഓക്കെ, ഉമ്മൻചാണ്ടി സാറിനെ പറയുമ്പോഴാണ് ഇതിന്റെ ഇടയിൽ ചാണ്ടി ഉമ്മനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദങ്ങൾ അതിനിടയിൽ സൃഷ്ടിക്കുന്നു. ചാണ്ടി ഉമ്മന്റെ ഒരു പോസ്റ്റിന് താഴെ ഭയങ്കരമായി സൈബർ അറ്റാക്ക് ഒക്കെ അതിന് പിന്നീട് നടക്കുന്നു. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഭയങ്കരമായ ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. അപ്പം ഒന്നിച്ച് പഠിച്ചെങ്കിൽ ഞങ്ങൾ പുള്ളി എന്നേക്കാൾ കുറച്ചുകൂടി സീനിയറാണ് പ്രായം കൊണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഡൽഹി പഠിച്ച ആളുകളാണ്. ഞങ്ങൾ പിന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. നല്ല ബോണ്ടിങ് ഉണ്ട്. ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫോണിൽ ഇപ്പം അയാളുടെ പേര് ചാണ്ടിച്ചായൻ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തത്. ചാണ്ടി ഉമ്മൻ MLA എന്നോ അങ്ങനൊന്നുമല്ല സേവ് ചെയ്തത്, ചാണ്ടിച്ചായൻ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഏത് കാലത്ത് സേവ് ചെയ്തതാണ് ഫോണിനകത്ത്. അപ്പം അങ്ങനെ അത്രയും ബന്ധമുള്ള ആളുകളാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം, രണ്ടുപേരും നമ്മളുടെ വ്യക്തിബന്ധത്തെ വന്ന് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടാണ്. അതെ അതെ അതെ, ശരിയാണ്. ഇപ്പം സരിൻ അതുപോലെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. സരിൻ പെട്ടെന്നാണ് മാറുന്നത്, അതും താങ്കൾ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ആണ്, അതും പറഞ്ഞാണ് മാറി പോവുകയും ചെയ്യുന്നത്. ശരിക്കും സരിന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചൊന്നും നോക്കി കാണത്തില്ല. ഇല്ല, ഇവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടോ? ശരിക്കും ഇല്ല, മാധ്യമങ്ങളിലുണ്ട്. ഇവിടെ ആരൊക്കെ തമ്മിൽ മത്സരം? പാലക്കാട് ഡയറക്റ്റ് ഫൈറ്റ് ആണ്. നമ്മൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും ഡയറക്റ്റ് ഫൈറ്റ് ആണ്. പിന്നെ ആ ഫൈറ്റിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനമായിരുന്നു CPM ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് നമ്മളവരെ വിളിക്കുകയും അത് ജനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നൊരു സമരത്തിനിടയിൽ ഞാൻ പറഞ്ഞൊരു വാക്കാണ്. പിന്നീട് അത് മുഴുവൻ ആളുകളും പറയുന്ന വാക്കായി മാറുന്നത് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ടാണ്, അത് ആളുകൾ കൂടി കൺവിൻസിങ് ആയതുകൊണ്ടാണ്. അത് KPM ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തുടങ്ങി വെണ്ണക്കരയിലെ ബൂത്തിൽ എന്നെ തടയുന്നത് വരെ അവരുടെ വിസിബിലിറ്റി, ഒരു മുന്നണിയായിട്ടുള്ള വിസിബിലിറ്റി ആളുകൾ കാണുന്നുണ്ട്. അതിനു മുമ്പുള്ളവരുടെ പരസ്പര ധാരണയെ ആളുകൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനൊരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറുമായിട്ട് തന്നെയായിരുന്നു മുഖ്യ മത്സരം. അതല്ലാതെ ബാക്കി ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു BJPയും കോൺഗ്രസും തമ്മിൽ തന്നെയാണ് മത്സരം. BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം പിന്തുണച്ച നേതാക്കന്മാർ, പ്രവർത്തകരുടെ പിന്തുണ എനിക്കുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തം പിന്തുണ രാഹുലിനാണെന്നാണല്ലോ പൊതുസംസാരം. കാരണം എറണാകുളത്ത് ആ ഒരു പേജിൽ വന്ന പത്തനംതിട്ടയിൽ ആ ഒരു ജില്ലാ കമ്മിറ്റിയുടെ പേജിലാണ് ആ വീഡിയോ വരുന്നത്. അതിനുശേഷം പാലക്കാട് തന്നെ ഒരു വിഭാഗത്തിന് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുണ്ട്. അതുകൊണ്ട് ആ വോട്ടുകളൊക്കെയും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാനൊരു പള്ളിയിൽ പോയിരുന്നു. അപ്പോൾ പള്ളിയിൽ ഒരു അടക്കത്തിന് പോയി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ 2-3 ചെറുപ്പക്കാർ. അപ്പം ആ ചെറുപ്പക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു DYFIയുടെ പ്രവർത്തകരാണ്, അവരെനിക്കാണ് വോട്ട് ചെയ്തത്. ഇപ്പം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ കാൻഡിഡേച്ചർ ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്തല്ല, പാർട്ടിക്ക് പുറത്ത് മാധ്യമങ്ങളിൽ. ആ ഡിസ്കഷന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം, എനിക്ക് ലെഫ്റ്റ് സിമ്പതൈസേഴ്സിൻ്റെ വോട്ട് കിട്ടില്ല എന്നാണ്.
അപ്പോൾ അങ്ങനെ പറഞ്ഞ് അത് ആളുകൾക്കിടയിലും ഞാൻ തന്നെ ആലോചിച്ചു കിട്ടില്ലേ എന്ന് ചിന്തിച്ചിടത്താണ് ഇപ്പോൾ ഒരു ഡിവൈഎഫ്ഐയുടെ 3 പ്രവർത്തകർ വന്നിട്ട് നിങ്ങൾക്കാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്നോട് പറയേണ്ട കാര്യമില്ല. ഇലക്ഷൻ മുന്നേ ആണെങ്കിൽ ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ ചുമ്മാ പറയാം, ചെയ്യുമെന്ന് പറയാം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് അവർ പറയേണ്ട കാര്യം എന്നാണ്. മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അവർക്ക് അതിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു ഒബ്ലിഗേഷനും അവർക്കില്ല. അവർ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഹാക്കർ എന്നൊക്കെയാണ് വിളിക്കുന്നത്, ശരിക്കും ഹാക്കിംഗ് ഒക്കെ അറിയോ? പിന്നെ പരാതി കൊടുത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇവരിപ്പോ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും പരാതി കൊടുക്കാൻ ഞാനാണ് അവരെ വെല്ലുവിളിച്ചത്. അപ്പൊ ആദ്യം പെട്ടിയുടെ വിവാദം ഉണ്ടായി. പെട്ടിയുടെ വിവാദം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു കള്ളപ്പണല്ലേ കേസ്, നിങ്ങൾ എനിക്കെതിരെ കേസെടുക്കും, നുണപരിശോധന വിധേയനാക്കുക. കേസില്ല, FIR-ല്ല, നുണപരിശോധനയിലൊന്നുമില്ല. അപ്പൊ അതില്ലല്ലോ. പേജിൽ പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. 19 ജില്ലയിലെ CPM-ന്റെ ഒരു വിഭാഗം നവീന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ 2 ചേരിയുണ്ട്. അപ്പം നവീൻ്റെ അത് കൊലപാതകമാണെന്ന പൊസിഷൻ എടുത്ത ആളാണ് ഞാൻ. ആ പൊസിഷനോടൊപ്പം നിൽക്കുന്നൊരു ചേരിയുണ്ട്, യാഥാർത്ഥ്യമാണ്. അപ്പം എല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരാണ് ആ പോസ്റ്റിന് പിന്നിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഹാക്ക് ചെയ്തതാണെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു SP ഓഫീസിൽ പരാതി കൊടുക്കുക, പെട്ടെന്ന് കണ്ടുപിടിക്കാം. പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഇന്നലെ വെണ്ണക്കരയിൽ ബൂത്തിനകത്ത് പോയി ഞാൻ വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞൊരു തടയുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്കെതിരെ പരാതി കൊടുക്കും, ഇലക്ഷൻ കേസ് കൊടുക്കും. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ കാൻഡിഡേച്ചർ റദ്ദ് ചെയ്യപ്പെടും. പരാതിയില്ല. വേറെ ഒരവസരത്തിൽ എനിക്ക് അനധികൃത സ്വത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കും, കാരണം ഞാനിപ്പോൾ അഫിഡവിറ്റ് കൊടുത്തല്ലോ, അഫിഡവിറ്റിനകത്ത് അനധികൃത സ്വത്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ട് എൻ്റെ കാൻഡിഡേച്ചർ തള്ളിപ്പോവും. പരാതി കൊടുക്കും, പരാതിയില്ല. ഈ സ്വത്തിന്റെ കാര്യം പറയുമ്പോൾ പണ്ടൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ, 58 ലക്ഷത്തിന്റെ കാറുണ്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിവാദം? അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. അപ്പോൾ ഈ സെൽട്ടോസ് 58 ലക്ഷം രൂപ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് സെൽട്ടോസിന് ഭയങ്കര അഭിമാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനൊന്നും കാര്യമില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് വീട്ടിൽ വാഹനമുണ്ട്, കാറുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ കാലത്ത് കാറ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ, അത് ഞാനങ്ങനെ ഔഡിയോ മെഴ്സിഡസ് ബെൻസ് ഒന്നുമില്ല, സാധാരണക്കാരൻ്റെ കാറുകൾക്ക് വണ്ടിയുള്ളത്. അപ്പം അതെല്ലാം വന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പം ഒരു ഇന്നോവ ക്രിസ്റ്റോ വാങ്ങി, സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിയത്. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അത് ലോൺ എടുക്കുന്നു, നമുക്കത് അടയ്ക്കാൻ പറ്റുന്ന മാർഗങ്ങൾ നമുക്കുണ്ട്. 35 വയസ്സായില്ലേ, ഇപ്പോൾ ഒരു വാഹനമൊക്കെ എടുക്കാനുള്ള ഏണിങ് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ പരാജയമല്ലേ അത്? അതെ ശരിയാ. ഇനി പത്മജ വേണുഗോപാല് അതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാഫി ആദ്യം കുത്താൻ പോകുന്നത് രാഹുലായിരിക്കും എന്ന തരത്തിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പത്മജ. ശരിക്കും പത്മജ പോയത് കോൺഗ്രസിന് ഒരു പ്രശ്നമാണ്, ഒരു അടിയാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ നിമിഷം വരെ? ഒരിക്കലും ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അവർ പോയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിലല്ലേ 18 സീറ്റ് ജയിച്ചത് UDF. പക്ഷെ ഒരു പ്രയാസമാണ്, എനിക്ക് നല്ല പ്രയാസമാണ്. കാരണം ലീഡർ K കരുണാകരൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. 9 MLA-മാരെ ചുരുങ്ങിയിരുന്നൊരു പാർട്ടിയെ അധികാരത്തിലെത്തിച്ച മനുഷ്യനാരാന്ന് ചോദിച്ചാൽ ഒറ്റ പേരുകളും, അത് K കരുണാകരൻ എന്നുള്ളതാണ് പേര്. ഒറ്റ പേരാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ പാർട്ടിയെ അങ്ങനെ തളർന്നു കിടന്നൊരു പാർട്ടിയെ തിരിച്ചു കൊണ്ടുപോകുന്നത് ലീഡർ K കരുണാകരനാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൾ പാർട്ടി വിടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അവരും ആലോചിക്കേണ്ടത് അങ്ങനൊരു മനുഷ്യൻ്റെ മകളാണ് അവർ. ഇപ്പോഴും എനിക്ക് പറയാം എൻ്റെ നേതാവ് ലീഡർ K കരുണാകരനാന്ന് പറയാം. അവർക്കങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ. അത് അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്കെതിരെ പറഞ്ഞത് അത്രയും പറയേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴും ഫീൽ ചെയ്തു? ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. പക്ഷെ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. തെറ്റിദ്ധാരണയാണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അവർ തന്നെ ഒരു BJP നേതാവായി മാറിയപ്പം BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അവർ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ലീഡറുടെ സഹധർമ്മിണി, അവരുടെ മാതാവിനെ ഞാൻ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് അവർക്കും അറിയാം. ഞാൻ ലീഡറിന്റെ സഹധർമ്മിണി എന്നൊരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല, ലീഡറുടെ ഭാര്യയെ പറ്റി ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. ഞാൻ കൃത്യമായി ഡിഫൈൻ ചെയ്തൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തുന്നത്. അതിനകത്തൊന്നൊരു 10 സെക്കൻഡ് വീഡിയോ BJP എടുത്തിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ആ പ്രചരിപ്പിക്കുന്നതിനകത്ത് പോലും ലീഡറുടെ ഭാര്യയെ ഞാൻ അധിക്ഷേപിക്കുന്നത്. ലീഡറുടെ ഭാര്യ ഞാനെന്താണ് അധിക്ഷേപിക്കുന്നത്? അവർ മരണം വരെയും കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന് ഭക്ഷണം നൽകിയ കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഭക്ഷണം കൊടുത്തൊരു അമ്മയല്ലേ? എൻ്റെ അമ്മൂമ്മയുടെ പ്രായമുള്ള ഒരാളല്ലേ? അവരെ ഞാൻ എന്തിനു പറയണം? ഞാൻ പത്മജയെ പറ്റി പോലും മോശമായി പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ പത്മജയുടെ ഒരു ചെയ്തിയുടെ പേരിൽ ഞാൻ ഞങ്ങളുടെ നേതാവിൻ്റെ സഹധർമ്മിണിയായ ഞങ്ങളുടെ പാർട്ടിക്കാരിയായ ആ അമ്മയെ പറയേണ്ട കാര്യമൊന്നും എനിക്കുള്ളത്? അതപ്പം തെറ്റിദ്ധാരണയാണെങ്കിൽ ഞാൻ മാറ്റാൻ ശ്രമിച്ചായിരുന്നു. തെറ്റിദ്ധാരണയല്ല. തെറ്റിദ്ധാരണയായിരുന്നു ഉറപ്പായിട്ടും ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലിനെ തന്നെ വിളിച്ചിട്ട്
ചേച്ചി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞേനെ. പക്ഷെ തെറ്റിദ്ധാരണയല്ല, മനഃപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിളിക്കാൻ. ഇപ്പൊ സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ഈ സന്ദീപ് വാര്യരുടെ പഴയ പോസ്റ്ററൊക്കെ എടുത്ത് കുത്തിപ്പോക്കുന്നുണ്ട്. കോൺഗ്രസിന് അദ്ദേഹത്തെ കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും എന്താ തോന്നുന്നേ സന്ദീപ് വാര്യർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് CPM-കാരാ. നിങ്ങൾ തമ്മിൽ ഈ ചാനലിലൊക്കെ അങ്ങോട്ടും പക്ഷെ അതിനകത്ത് രസമായി ഞാൻ പറഞ്ഞത് സന്ദീപ് വാര്യരുടെ മുൻ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നത് CPM-കാർ ആലോചിക്കേണ്ടത് അവർ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പിണറായി വിജയനെ പറ്റി പറഞ്ഞ മോശം വാക്ക് കിട്ടും. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. വളരെ മോശമായിട്ടുള്ള, ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. ശ്രീ പിണറായി വിജയന്റെ വലിയ വിമർശകനായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് ഞാൻ. കരുതപ്പെടുന്നല്ല, ശ്രീ പിണറായി വിജയന്റെ വലിയ വിമർശകൻ തന്നെയാണ് ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അദ്ദേഹത്തെ പറ്റി. അത്ര നീചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അവരുടെ സ്ഥാനാർത്ഥി. അപ്പൊ അതൊന്നും തിരുത്തിയിട്ടില്ല. നിങ്ങൾ ചാനൽ ചർച്ചകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടത്തിയിട്ടുള്ള ആളുകൾ തന്നെയല്ലേ സന്ദീപ് വാര്യർ? ആശയപരമായിട്ടുള്ള ഇപ്പോഴും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പ് തന്നെയാണല്ലോ ഉള്ളത്. അതിനോട് 1% പോലും യോജിപ്പ് എനിക്കില്ല. മാറ്റം അദ്ദേഹത്തിനാണ് സംഭവിച്ചത്. അദ്ദേഹം ആ ആശയത്തെ വിട്ടിട്ട് ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ തീരുമാനിക്കുമ്പോൾ അപ്പം നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കണം. കാരണം അപ്പുറത്തെ ചേരിയിൽ ആള് കൂടട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നമ്മൾ ആ ചേരിയിൽ ഒരാളെങ്കിലും കുറഞ്ഞാൽ അത്രയും നല്ലതല്ലേ. പക്ഷെ CPM പ്രതീക്ഷിച്ചായിരുന്നു അല്ലെ CPM-ലേക്ക് പോകുന്നു സന്ദീപ് വാര്യർ? അളിയനും പ്രതീക്ഷിച്ചിരുന്നു. അതിന്റെ കലിപ്പാണ് അളിയൻ തീർത്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഒരു ഇത്തരത്തിലൊരു പ്രചാരണം ഇപ്പൊ സന്ദീപിനെതിരെ പത്രപരസ്യം, അത് പാലക്കാട് 2 പത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവർ ആ പത്രപരസ്യം കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ അങ്ങനെ ഒരു പത്രപരസ്യം കാണുന്നത്. അദ്ദേഹത്തിന്റെ പഴയ ഞാൻ പറയുന്നത് അപ്പം ആ പരസ്യത്തിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, ആ പരസ്യത്തിനകത്ത് അവർ പറഞ്ഞ ന്യായീകരണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൺവിൻസിങ് ആണോ? പൈസ കുറവായതുകൊണ്ടാണ് ആ 2 പത്രത്തിൽ കൊടുത്തത് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ കൺവിൻസ്ഡ് ആണോ? അങ്ങനെയാണെങ്കിൽ 4 പത്രത്തിൽ പരസ്യം കൊടുത്തു. ഹിന്ദുവിൽ പരസ്യം കൊടുത്തു. സാധാരണ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഹിന്ദുവിൽ പരസ്യം കൊടുക്കലില്ല. ഹിന്ദുവിൽ പരസ്യം കൊടുത്തതിന്റെ കാരണം എന്ന് പറയുന്നത് കൽപ്പാത്തി അടക്കമുള്ള അഗ്രഹാരങ്ങളിൽ വരുത്തുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പൊതുവായ പ്രദേശങ്ങളിൽ വരുത്തുന്ന പ്രധാനപ്പെട്ട പത്രമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും അഗ്രഹാരങ്ങളിലും ഒക്കെ വരുത്തുന്നൊരു മുനിസിപ്പാലിറ്റി വലിയ പ്രചാരമുള്ളൊരു പത്രമാണ് ഹിന്ദു. അതുകൊണ്ടാണ് അതിൽ വരുത്തിയത്. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റിന്റെ ട്രാൻസ്ലേഷൻ അതിൽ കൊടുക്കാഞ്ഞത്? അപ്പൊ അവരുദ്ദേശിച്ച ഇതിന് നേർവിപരീതമായ ബലം അവിടെ ഉണ്ടാകും. അപ്പൊ അത് പാടില്ല. അവർ വേറൊരു മലയാള പത്രത്തിൽ കൊടുത്തിരുന്നല്ലോ, ആ 4 പേജ് സപ്ലിമെന്റ് കൊടുത്തു. ആ പത്രത്തിൽ ഇത് കൊടുത്തില്ലല്ലോ. അപ്പം അതിനകത്ത് തന്നെ അവരുടെ ഒരു വർഗീയ ധ്രുവീകരണ ഉദ്ദേശ അജണ്ട കൃത്യമാണ്. കാഫിറിന്റെ പ്രിന്റ് വേർഷനാണ്, കാഫിർ ഡിജിറ്റൽ വേർഷൻ ആണെങ്കിൽ അതിന്റെ പ്രിന്റഡ് വേർഷനാണ് ഇത്. 2, ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പോട്ടെ. ഇനി ആ നിലപാടുകളുള്ള വൈരുദ്ധ്യമാണ് അവരുടെ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ K. സുരേന്ദ്രന്റെ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് വെക്കാഞ്ഞത്? ശ്രീ K. സുരേന്ദ്രൻ ആ വിഷയങ്ങളിൽ സമാനമായ അഭിപ്രായമുള്ള ആളല്ലേ. ഇനി പോട്ടെ, പ്രത്യക്ഷമായി വെക്കാലോ. ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയുടെ ഈ വിഷയങ്ങളുടെ നിലപാട് ഇത് തന്നെയല്ലേ. എന്തുകൊണ്ടാണ് ആ സ്ക്രീൻഷോട്ടുകൾ വയ്ക്കാഞ്ഞത്? അപ്പം RSSO സന്ദീപ് വാര്യരോ അല്ല പ്രശ്നം, സന്ദീപ് വാര്യർ കോൺഗ്രസ് വന്നതാണ് പ്രശ്നം. അതിനുള്ള അസ്വസ്ഥതയാണ്. അത് ജനം മനസ്സിലാക്കും. ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? ഇപ്പൊ പലരും പ്രവചിച്ചു കഴിഞ്ഞു ഭൂരിപക്ഷം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ നമ്പർ പറയാനില്ല. നേതാക്കന്മാരൊക്കെ പറയുന്ന നമ്പറിനോട് അടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, ജനങ്ങൾ തരുന്ന റെസ്പോൺസ്. കാരണം ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ കൊച്ചു കുട്ടികളടക്കം വന്നിട്ട് മടിയിലിരിക്കുന്നു, സെൽഫി എടുക്കുന്നു. ആ സ്നേഹം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പാലക്കാട്, കാരണം ആദ്യം പറഞ്ഞിരുന്നത് പാലക്കാടുകാരനല്ലാത്ത ഒരാളാണ് വരുന്നത്, സ്വീകാര്യനല്ല, അതുകൊണ്ട് കണ്ടോ തോൽക്കുന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ് അവരുടെ മുന്നിലേക്കാണ് കാണുന്നത്. ഇലക്ഷൻ കഴിച്ചല്ലോ, എന്നിട്ട് തുടരുകയല്ലേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പോൾ ഇവിടെ ഏറ്റവും അധികം വീട് കയറി ഹൗസ് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള കാൻഡിഡേറ്റുകളിൽ ഒരാൾ ഞാനായിരിക്കും. ഏറ്റവും അധികം എനിക്ക് ഞാൻ തന്നെ ആയിരിക്കും. കാരണം എനിക്കാണ് കൂടുതൽ ദിവസം കിട്ടിയത്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തതിന് തന്നെയാണ്. ഞാൻ അത്രയും വീട് കയറിയിട്ട് എനിക്ക് വീടുകളിൽ പോയി വോട്ട് ചോദിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ സാധാരണ ഇപ്പം ഒരു പുതിയൊരാൾ, ഈ പ്രദേശംകാരനല്ലാത്ത ഒരാൾ വരുമ്പം ഞാൻ ഇങ്ങനെ രാഹുൽ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്, എന്നെ സഹായിക്കണം, വോട്ട് ചെയ്യണം എന്ന് പറയണം. ഇത് കാണുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ, ഇപ്പോൾ പ്രായമായ ഉണ്ണിയെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വർത്താനം പറയും, അല്ലെങ്കിൽ മകനെ എന്ന് വിളിച്ചിട്ട് വർത്താനം പറയും. നമ്മുടെ സമപ്രായക്കാരാണെങ്കിൽ പേര് വിളിച്ചിട്ട് വർത്തമാനം പറയും. അപ്പോൾ ഞാൻ ആ വർത്തമാനത്തിന് മറുപടി പറയുക, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ, എപ്പോഴെന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ച് എന്നാ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോരുകയാണ് ചെയ്യുക. വോട്ട് ചോദിക്കേണ്ടി വരുന്നില്ല. അത് സാധാരണ ഇതിലൊരു
സെക്കൻഡ് ടേമോ തേർഡ് ടേമോ ഒക്കെ ആകുമ്പോൾ കിട്ടുന്നൊരു പ്രിവിലേജ് ആണത്. നമുക്കൊരു പരിചയമാവുക. ഞാൻ പറഞ്ഞത് അത് എൻ്റെ മിടുക്കല്ല, അത്രയും പരിചയം ഉള്ള രീതിയിലാണ് പാലക്കാടുകാർ എന്നെ സ്വീകരിച്ചത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പം വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരാളെ പോലും ഞാൻ മുൻപ് കണ്ടിട്ടുള്ള ആളല്ല. പക്ഷെ അവരുടെ ആരുടെയെങ്കിലും ഇടപെടലില് ആദ്യമായി കാണുന്നൊരു അനുഭവം എനിക്കില്ല, അവർക്കും ഇല്ല. അപ്പൊ ആ ഒരു സ്നേഹവും സ്വീകാര്യതയും തെരഞ്ഞെടുപ്പിൽ അത് വോട്ട് റിഫ്ലക്ഷൻ കൂടിയാണല്ലോ. ഇതിപ്പോ നിങ്ങൾ ചാനൽ ചർച്ചയിൽ പരസ്പരം തല്ലുവിടുമെങ്കിലും നിങ്ങളൊക്കെ നല്ല ആശയപരമായി തല്ലുവിടുമെങ്കിലും വ്യക്തിപരമായി നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലാന്ന് ഞങ്ങൾക്ക് ചില പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ സരിന്റെ കേസിൽ സരിൻ കൈ കൊടുക്കാൻ വന്നപ്പോ എന്തുകൊണ്ടാണെന്ന് കൈ കൊടുക്കാതെ മാറി നടന്നത്? അന്നത്തെ ദിവസം തന്നെ ഞാനങ്ങനെ ഒരു രാഷ്ട്രീയമായി എതിർചേരി നിൽക്കുന്ന ഒരാളോട് വ്യക്തിപരമായി കാണുമ്പോൾ ഞാൻ അകൽച്ച കാണിക്കുന്ന ഒരാളല്ല. എന്റെ രീതി അങ്ങനെയല്ല, എന്റെ ശൈലി അതല്ല. എനിക്ക് അവരോട് കടുത്ത വിയോജിപ്പുണ്ട്, അത് അവരോട് തന്നെ പറയാറുണ്ട്. ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിലരെ വിളിക്കാറുണ്ട്, നിങ്ങളുടെ ആ നിലപാട് ശരിയല്ല കേട്ടോ, അത് ഞാൻ ചർച്ചയിൽ മാത്രം പറഞ്ഞതല്ല, ശരിയല്ല എന്ന് തന്നെ പറയാറുണ്ട്. അത് ഞാൻ നേരിട്ട് തന്നെ പറയുന്ന ഒരാളാണ്. പക്ഷേ അപ്പോഴും അന്നത്തെ ദിവസത്തെ ഉദാഹരണം പറയാം. അന്നത്തെ ദിവസം ഞാൻ എം ബി രാജേഷിനെ കണ്ടിരുന്നു, അതേ വേദിയിൽ കണ്ടിരുന്നു. എം ബി രാജേഷിന് കൈ കൊടുത്തു, അയാൾ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ സംസാരിച്ചു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജിലാണ് അയാൾ നിന്നത്. ഞാൻ കല്യാണത്തിന് പോയത് ഒരു BJP നേതാവിൻ്റെ കുടുംബത്തിലെ കല്യാണത്തിനാണ്. അദ്ദേഹം ഷോളൊക്കെ ഇട്ട് സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ഗോപിയേട്ടനെ കണ്ടുപോയി, രവി ഗോപിനാഥിനെ കണ്ടുപോയി. ഗോപിയേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചു, ഞാൻ ഗോപിയേട്ടനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞു. ഇത് ഞാൻ അതിനെ അഭ്യാസം എന്ന് തന്നെ വിളിക്കുക. കാരണം ഇപ്പം നമ്മൾ തമ്മിൽ നമ്മൾ കാണുന്ന മൊമെന്റിലാണ് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഷെയ്ക്ക് ഹാൻഡ് അല്ലാതെ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അഭിനയം തന്നെയാണ്. അപ്പം ഞങ്ങൾ ആദ്യം കണ്ടപ്പം അദ്ദേഹം അങ്ങനെ കൈതരാനുള്ള ശ്രമവും നടത്തിയില്ല, കണ്ടിരുന്നു. അപ്പോൾ ക്യാമറക്കാരെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു കൈതരൽ അഭ്യാസം. അതിനോട് എനിക്ക് യോജിപ്പിക്കും. പിന്നെ ഞാൻ അടിസ്ഥാനപരമായ കോൺഗ്രസ് പ്രവർത്തനം. അപ്പം നേരത്തെ ശ്രീമതി പത്മജയുടെ കാര്യം പറഞ്ഞല്ലോ. പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ എനിക്ക് പ്രതിഷേധവും പ്രയാസവും ഒക്കെ തന്നെയാണ്. ഞാൻ കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രവർത്തകനാണ്. അപ്പോൾ അതിന്റെ പ്രതിഷേധവും പ്രയാസവും ഒക്കെ എനിക്ക്. എങ്ങനെയായിരുന്നു ഒരു കോൺഗ്രസ്സുകാരനാകുന്നതും കോൺഗ്രസിനോട് സ്നേഹം തോന്നുന്നത്? ഞാൻ അച്ഛൻ്റെ ഒക്കത്തിരുന്നിട്ടാണ് കോൺഗ്രസ് ആകുന്നത്. എൻ്റെ അച്ഛൻ്റെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ അച്ഛൻ ചെറുതിലെ മരണപ്പെട്ടു. അപ്പോൾ അച്ഛനാണ് ഞാൻ കാണുന്ന കോൺഗ്രസ്സുകാരൻ. അപ്പോൾ വീട്ടിലൊക്കെ നാട്ടിലെ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റികളൊക്കെ കൂടും. അപ്പം അന്ന് ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹമായിട്ട് അച്ഛൻ അടുപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ കാണും. പിന്നെ ഈ കമ്മിറ്റികളുടെയൊക്കെ ഭാഗമായിട്ട് അന്നത്തെ ഞങ്ങളുടെ MLA ശ്രീ തിരുവഞ്ചൂരാണ്. അപ്പോൾ കൊച്ചിലായിട്ട് ഇവരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മളൊരു കോൺഗ്രസ്സാണ്. പിന്നെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് അടുത്തടുത്ത് കോൺഗ്രസ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് എനിക്കൊരു ഗാർഡിയൻഷിപ്പാണ്. എൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ്റെ ഒക്കത്തിരുന്നിട്ടാണ് കോൺഗ്രസ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് കോൺഗ്രസ്. എനിക്ക് അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. വേറെ എല്ലാവർക്കും പാർട്ടിയോട് വലിയ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, പക്ഷെ എൻ്റേത് കുറച്ചുകൂടി പേഴ്സണൽ ഇമോഷനാണ്. അപ്പം അത് വിടുന്ന ഒരാളോട് എനിക്ക് പ്രയാസവും പ്രതിഷേധമൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവരുടെ ഹാം ചെയ്യാൻ ഞാനില്ല. CPM ഒക്കെ ചെയ്യുന്നതിനോട് പിന്നാലെ പോയി കൊല്ലാനൊന്നും ഉള്ള ദേഷ്യമല്ല, പ്രതിഷേധം. ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആ ഒരു പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുന്നേ ഒരു റീൽ ഭയങ്കര വൈറലായിരുന്നു. കണ്ടിരുന്നു അത്? രാഹുൽ മാങ്കൂട്ടത്തിലും ചിന്താ ജെറോമും തമ്മിൽ പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്ന റീലുകള്. നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിലെ ഈ സത്യത്തിന്റെ 1000 ഇരട്ടി വേഗതയിൽ പായുന്ന കള്ളങ്ങളാണ് അതൊക്കെ. ആ പരിപാടിയുടെ ഫുൾ എപ്പിസോഡിൽ തന്നെ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നതാണ്. എത്രയോ പേര്, കുറെ പേര് വിശ്വസിച്ചിട്ട് തന്നെ അയച്ചു. സത്യമാണോ? അങ്ങനെ ഒരു വീഡിയോ ആണ് പ്രചരിക്കപ്പെട്ടത് ഏറ്റവും അധികം. അപ്പൊ അത് ഒരു 2017 മറ്റോ ഒരു ട്രോൾ ചെയ്തതാണ്. അപ്പം അവരുടെ ഒരു വിവാഹ പരസ്യം ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഒരു ട്രോൾ ഇട്ടതാണ്. അത് അവർക്കും അറിയാം. ഒന്നും ഞങ്ങൾ അക്കാലത്ത് അറിയത്തന്നില്ല, ഇപ്പോഴാണ് പരിചയമുള്ളത്. അക്കാലത്ത് അറിയുക തന്നെ ഇല്ല. അപ്പൊ അതൊരു ട്രോളാണ്. കുറെ ആളുകൾ വളരെ സീരിയസ് ആയിട്ട് വിശ്വസിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ശരിക്കും ആ സമയത്ത് ചിലര് പറഞ്ഞൊരു വിവാദം ഉണ്ടായിരുന്നു. അത് ഞാനേതോ ഒരു ഇന്റർവ്യൂല് പറയുന്നതും കേട്ടു. എനിക്ക് ഭാര്യയും മക്കളൊക്കെ വേറെ നാട്ടിലുണ്ടെന്ന് വരെ പറഞ്ഞു വരുത്തിയ ആളുകളുണ്ടെന്ന്. അതായത് വിക്കിപീഡിയയിൽ ഉണ്ടായിരുന്നു. വിക്കിപീഡിയ ഇടയ്ക്ക് സെർച്ച് ചെയ്യുമ്പം
വിക്കിപീഡിയ ആണോ അത്തരത്തിലെന്തൊരു സെർച്ച് സൈറ്റിൽ എൻ്റെ പേരിൽ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പേര്, പിന്നെ ഭാര്യയുടെ പേര്, കുട്ടിയുടെ പേര് വരെ ഉണ്ട്. മറ്റേ ഈ ജയിച്ചു കഴിഞ്ഞപ്പോ ചാണ്ടിയമ്മൻ നേരിട്ട് ഏറ്റവും വലിയ ചോദ്യമേ ഇനി എന്താ തുടർന്ന് എന്തായിരിക്കും വികസനം എന്നല്ല, ചേട്ടൻ എപ്പോഴും കല്യാണം കഴിക്കാൻ പോകുന്നു. അത് ഈ പിന്നെ അവിവാഹിതരായ ഒരാളെ കാണുമ്പം ചോദിക്കേണ്ടുന്ന ആദ്യത്തെ ചോദ്യമായി അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ വളഞ്ഞു വളഞ്ഞ് ആ ചോദ്യത്തിലേക്കാ വരുന്നതെന്ന് തോന്നുന്നു. അല്ല ഇത് ചോദിച്ചായിരിക്കും ട്രോള് വരും. അതായത് ഇത്തരത്തിൽ പൊളിറ്റിക്സ് പറയാത്ത ഏതൊരു ഇന്റർവ്യൂവും ആ ചോദ്യമില്ല. ഇപ്പൊ ഇന്ന് തന്നെ എന്റെ 3-4 ഇന്റർവ്യൂവിൽ അതിന് മറുപടി പറഞ്ഞു. അപ്പൊ അത് ഡയറക്റ്റ് അപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചു തുടങ്ങി. പ്രവർത്തകനാണെങ്കിൽ പോലും ഈ ചോദ്യത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പോട്ടെ, ഇപ്പം അങ്ങനൊരു പബ്ലിക് സ്പേസിലൊന്നും അല്ലാത്ത നാട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഒരു പ്രായത്തുമ്പത്തോട് ചോദിച്ചോളൂ കല്യാണം ആയില്ലേ ചോദിക്കല്ലോ. ആ ചോദ്യം തന്നെ നമ്മുടെ എല്ലാരും ഈ നാടിന്റെ പരിച്ഛേദമാണല്ലോ നിങ്ങളും ഞാനും അല്ല. ആ ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ പൊതുവിലുള്ള ഒരു റെസ്പോൺസില് എന്താണ് ഇപ്പം പാലക്കാടുകാരോട് പറയാനുള്ളത്? എന്താണ് പാലക്കാട് സ്നേഹം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്? ഭയങ്കര സ്നേഹമുള്ള നാട്ടുകാരാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാടും സ്പെഷ്യലാണ്, എല്ലാ നാടിനും സ്നേഹമൊക്കെ ഉണ്ട്. പാലക്കാട് വല്ലാതെ ആർദ്രതയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു അപരിചിതത്വം ഒരു മനുഷ്യനോട് പോലും ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള സ്നേഹം പാലക്കാട് തരുന്നുണ്ട്. ഭയങ്കര സുന്ദരമായ ഒരു നാട് കൂടിയാണ് പാലക്കാട്. ഭയങ്കര സുന്ദരമായ നാടാണ്. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും വളരെ സുന്ദരമാണ്. പാലക്കാടും സുന്ദരമാണ്. പാലക്കാടിന് അനന്തമായ സാധ്യതകളുണ്ട്. ഇപ്പൊ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പാഡി ടൂറിസം ഇല്ലേ, അത് പറയുന്നത് കേട്ടോ, എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അത് എന്റെ പ്ലാൻ അല്ല കേട്ടോ, അത് എന്റെ പ്ലാൻ എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഞാനൊരു നിയമസഭാ സാമാജികനായാൽ എൻ്റെ പ്ലാനുകൾ മറ്റുള്ള ഒരു മണ്ഡലത്തിൽ അടിച്ചേൽപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മണ്ഡലത്തിൽ നിന്ന് പല ആളുകളുടെ പ്ലാനുകൾ വരട്ടെ. അപ്പം ഇതുപോലൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് ഒരു കർഷകരുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒരു കർഷകൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ടൂറിസം സാധ്യതയെ പറ്റി എക്സ്പ്ലോർ ചെയ്ത് കൂടാത്തത്? പാഡി ടൂറിസം എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞൊരു ആശയമാണ്. അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് പുള്ളി തന്നു. ഇപ്പോൾ ഒരു കർഷകനെ കണ്ടപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് കണക്റ്റഡ് ആയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളുണ്ട്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇനി വിജയിച്ചതിന് ശേഷം ഒരു ഇന്റർവ്യൂ വരുന്നതായിരിക്കും. താങ്ക് യു.